2026 കേരള നിയമസഭയിലേക്ക് ഏപ്രിൽ 2-ാം വാരം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ UDF വർദ്ധിത ആവേശത്തോടുകൂടി മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. കാരണം 2010 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർ നേടിയതിനോടൊപ്പം എത്തിയില്ലെങ്കിൽ പോലും കഴിഞ്ഞ ചരിത്രത്തിൽ 1995 ശേഷം അവർ നേടിയിട്ടുള്ള വലിയ വിജയമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ വയനാട് വെച്ച് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു സമ്മിറ്റ് നടക്കുകയും അവരേതാണ്ട് 100 സീറ്റിലേക്ക് ഞങ്ങൾ എത്തും എന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അപ്പോൾ പോലും അവരുടെ പോലും വിശ്വാസമുള്ളത് ഒരു 90 സീറ്റുകളിലേക്കെങ്കിലും എത്താൻ കഴിയണമെന്നാണ്. അതാണ് സുനിൽ കനകോലും ഒക്കെ ഒരു തന്ത്രം മെനഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു ഈസി വാക്ക് ഓവർ UDF കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു പ്രതീതി മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നിരുന്നു. പക്ഷെ അന്ന് തന്നെ ഞാൻ നിങ്ങളോട് പല വീഡിയോകളിലൂടെ പറഞ്ഞിരുന്നു, വളരെ ടൈറ്റായിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ്, മത്സരമാണ് നടക്കാനിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. കാരണം ഇടതുപക്ഷത്തിന് അത്ര വലിയ തിരിച്ചടികൾ നേരിട്ടിട്ടില്ല എന്നുള്ളതും പറഞ്ഞിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ CPM കഴിഞ്ഞ ദിവസം അതിൻ്റെ വലിയ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ആ പദ്ധതികളിലൊന്ന് അവർ 110 സീറ്റ് എയിം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊജക്റ്റാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ്. അതുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർക്ക് എല്ലാവർക്കും തന്നെ ജില്ലകളുടെ ചാർജുകൾ കൊടുക്കുകയും അവിടെയുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുകയും അതൊക്കെല്ലാം തന്നെ പരിഹരിക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ചില മന്ത്രിമാർക്ക് 2 ജില്ലകളുടെ വരെ ചാർജ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ചുരുക്കം. കൂടാതെ 21 ചോദ്യാവലികൾ തയ്യാറാക്കിയിട്ട് വീടുകളിലേക്ക് ആളുകൾ അയക്കുകയും അവിടെ നിന്നുള്ള മറുപടികളെല്ലാം തന്നെ സ്വാംശീകരിക്കുകയും അതിലെന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് പരിശോധിക്കുകയും ചെയ്യാൻ പോവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ CPMന് തുടർഭരണം കിട്ടുമെന്ന് പറയുന്ന വലിയ ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസത്തിൻ്റെ കാരണം ഏതാണ്ട് 60ഓളം വരുന്ന സീറ്റുകളിൽ ഇപ്പോഴും അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 99 സീറ്റുകളിൽ 60 എണ്ണത്തിൽ ഇപ്പോഴും അവർക്ക് വലിയ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. പിന്നെ അത് കൂടാതെ നിരവധി മണ്ഡലങ്ങളിൽ ഒരു 11 12 കൂടി ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഭൂരിപക്ഷം കിട്ടും, കേവല ഭൂരിപക്ഷം കിട്ടും. പക്ഷെ അത് എത്തിക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. കാരണം നിരവധി മണ്ഡലങ്ങളിൽ വളരെ ചെറിയ വോട്ടുകളുടെ പെർസെൻറ്റേജിലാണ് അല്ലെങ്കിൽ ചെറിയ വോട്ടുകളുടെ നമ്പറിനാണ് തദ്ദേശ സ്വയംഭരണത്തിൽ അവർ പുറകിൽ പോയിട്ടുള്ളത് LDF. പക്ഷെ അതെല്ലാം തന്നെ ഈ പറയുന്ന അവിടെ നിലനിൽക്കുന്ന MLA-മാർക്കുള്ള പ്രോ ഇൻക്യുംബൻസി, ഒരു ആളുകളുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ കഴിയുന്ന MLA-മാരാണ്. അവരെല്ലാവരും തന്നെ പോപ്പുലറാണ്. അത് വെച്ച് മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് LDF വിചാരിക്കുന്നത്, അല്ലെങ്കിൽ വിശേഷിച്ച CPM മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് ചില ഉദാഹരണങ്ങൾ കൂടി ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിലൊന്നും ഇപ്പോൾ VK പ്രശാന്താണ് വട്ടിയൂർക്കാവിലുള്ള MLA എന്ന് പറയുന്നത്. മേയർ പ്രോ എന്നൊക്കെ അറിയപ്പെട്ട വളരെ ജനകീയനായിട്ടുള്ള ഒരു MLA ആണ്. അവിടെ യഥാർത്ഥത്തിൽ CPM താഴേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത്, LDF താഴേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റാണ്. പക്ഷെ എങ്കിൽ പോലും അവിടെയുള്ള മാർജിനെ തന്നെ കൃത്യമായി മറികടക്കാൻ VK പ്രശാന്ത് മത്സരിക്കുമ്പോൾ കഴിയും എന്നുള്ളത് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു വിശ്വാസം കൂടിയാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കിപ്പോൾ വളരെ ഷുവറായിട്ടുള്ള മറ്റൊരു സീറ്റാണ് പത്തനാപുരം എന്ന് പറയുന്ന LDFന്. അതിപ്പോൾ മന്ത്രിയായിട്ടുള്ള KB ഗണേഷ് കുമാർ നിരന്തരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ഒരുപക്ഷെ ആളുകളൊക്കെ പലരും ഗണേഷ് കുമാറിനോട് ഇഷ്ടമുള്ളവരൊക്കെ ആയിരിക്കാം. അവിടെ യഥാർത്ഥത്തിൽ ഒരു പാർട്ടിയുടെ പിന്തുണ ഇല്ലാതെ നിന്നാൽ പോലും വേണമെങ്കിൽ ഗണേഷ് കുമാർ ജയിക്കും എന്നൊക്കെ ആളുകൾ അവകാശപ്പെടുന്നൊരു മണ്ഡലമാണ്. പക്ഷേ ജയിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം വലിയ തോതിൽ അവിടെ ഒട്ടുപിടിക്കാൻ കഴിയുന്ന ഒരാളാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അറിയേണ്ടത് പത്തനാപുരത്തും അവിടെ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പ്രകാരം നോക്കിയാൽ അവിടെ KB ഗണേഷ് കുമാർ, അല്ലെങ്കിൽ KB ഗണേഷ് കുമാറിൻ്റെ മണ്ഡലത്തിൽ LDF പുറകിലാണ്. പക്ഷേ KB ഗണേഷ് കുമാർ മത്സരിക്കുമ്പോൾ അതായിരിക്കില്ല സംഭവിക്കുക എന്നുള്ളതൊക്കെ തന്നെ നമുക്കറിയാം. പിന്നെ പാലായും കുണ്ട്രയും പോലെയുള്ള ചില മണ്ഡലങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായി 3 മണ്ഡലങ്ങളിൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ LDF ജയിക്കാത്ത മണ്ഡലങ്ങളിൽ പോലും LDFന് അവിടെ ലീഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അറിയേണ്ടത് പാലായിൽ നിന്ന് ഇപ്പോഴുള്ള MLA മാണി C കാപ്പൻ ഞാൻ വേണമെങ്കിൽ മണ്ഡലം മാറിത്തരാം എന്ന് പറഞ്ഞേക്കുന്നത്. കാരണം ഇത്ര വലിയ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പോലും അവിടെ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൂടി ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ചില സ്വതന്ത്ര പിടിച്ച വോട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത് കൂടി ഞാൻ സമ്മതിക്കുന്നു. ഇപ്പോൾ ബിനു പുളിക്കക്കണ്ട പോലെയുള്ള ചില സ്വതന്ത്രരൊക്കെ പിടിച്ചിട്ടുള്ള നിരവധി വോട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിൽ 13% വോട്ടുകൾ ഇത്തരത്തിലുള്ള സ്വതന്ത്രം പിടിച്ചത് കൂടിയുണ്ട്. അതൊക്കെ തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ് LDFൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ വളരെ ഈസിയായി ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും, ഭരണം നിലനിർത്താൻ കഴിയും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയിലാണ് കൃത്യമായിട്ട് ഈ പറയുന്ന CPM-ഉം അതുപോലെ തന്നെ LDF-ഉം ഒക്കെ മുന്നോട്ട് പോകുന്നത്. വലിയ തോതിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. കൂടാതെ നമുക്കെല്ലാം അറിയുന്നത് പോലെ 2021 80% മണ്ഡലങ്ങളിലും തന്നെ ഏതാണ്ട് വലിയ ഭൂരിപക്ഷം നേടിയാണ് MLA-മാരൊക്കെ തന്നെ ജയിച്ചിട്ടുള്ളത്. ആ MLA-മാർക്ക് ഇപ്പോഴും അവിടെ മണ്ഡലങ്ങളിലെ ജനത്തിന് വലിയ തോതിൽ താല്പര്യമുള്ള MLA-മാരാണ്. അവരെ തോൽപ്പിക്കുക
വലിയ അസാധ്യമാണ് എന്ന് തന്നെയാണ് LDF വിചാരിക്കുന്നത്. പിന്നെ അത്തരത്തിൽ പോപ്പുലർ അല്ലാത്ത ചില MLA-മാരെ മാറ്റാനും സാധ്യതയുണ്ട്. കാരണം വിന്നബിലിറ്റി എന്ന് പറയുന്ന ജയസാധ്യത മാത്രം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു കാൻഡിഡേറ്റിൻ്റെ ലിസ്റ്റായിരിക്കും LDF-ഉം പ്രത്യേകിച്ച് CPM ഒക്കെ തന്നെ പുറത്തുവിടുക എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തന്നെ ചില മണ്ഡലങ്ങൾ, ഇപ്പോൾ അരൂർ മണ്ഡലത്തിലൊക്കെ തന്നെ 500 വോട്ട് 540 വോട്ടിൻ്റെ ഡിഫറൻസുകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ KN ബാലഗോപാലിൻ്റെ മണ്ഡലത്തിൽ ഏതാണ്ട് 144ഓളം വരുന്ന വോട്ടുകളുടെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടുത്തെ MLA-മാരുടെ ഒരു പ്രോ ഇൻകുംബൻസി വേവ് കൊണ്ട് തന്നെ വളരെ കൃത്യമായി അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് അവർ വിചാരിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പെർഫോമൻസ് അത്രത്തോളമൊന്നും ഗംഭീരമാക്കാൻ അവർക്ക് കഴിയില്ല എന്ന് പറയുന്നൊരു വിശ്വാസമുണ്ട്. കാരണം അവരുടെ ഉള്ളിലുള്ള ചില പാരവെപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ വേണമെങ്കിൽ ഒരു തിരിച്ചടി ആയേക്കാം എന്ന് പറയുന്ന പ്രതീക്ഷ കൂടിയാണ് LDF-നുള്ളത്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് UDF-നകത്ത് പെർഫോം ചെയ്യാൻ പോകുന്ന ഏക പാർട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് 20 സീറ്റുകളാണ്. കഴിഞ്ഞ മുമ്പത്തെ തവണത്തെ ഇലക്ഷനിൽ ഇത്തവണ അവർക്ക് 15 സീറ്റുകളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 20 സീറ്റിലേക്ക് എത്തിയാൽ പോലും യഥാർത്ഥത്തിൽ ഭരണം പിടിക്കണമെങ്കിൽ UDF ഒരു 50 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു 50 സീറ്റെങ്കിലും പിടിക്കണം. 50 സീറ്റെങ്കിലും പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ കയ്യിലുള്ളത് 21ആണ്. 50ലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായിട്ടുള്ള ജോലി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ആകെ ജയിക്കും എന്നുറപ്പുള്ളത് തൊടുപുഴയിൽ ഈ പറയുന്ന പോലെ കടത്തുരുത്തി സീറ്റുകളൊക്കെ മാത്രമാണ് കേരള കോൺഗ്രസിന്. ബാക്കിയുള്ള സീറ്റുകളിലൊന്നും അത്രത്തോളം ഉറപ്പില്ല. അപ്പോൾ അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ അവർ നേരിടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ 110 സീറ്റുകളിലേക്ക് പോലും ഇത്തവണ എത്താൻ കഴിയും എന്ന് വിചാരിക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് CPM അതിൻ്റെ സ്ട്രാറ്റജികളിൽ പറ്റിയിട്ടുള്ള ചില തെറ്റുകൾ അതുകൂടി തിരുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം AK ബാലൻ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്. ആ AK ബാലൻ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും കേരളത്തിൽ ആഭ്യന്തരമന്ത്രിയാകുന്നത് UDF വന്നാൽ എന്ന് പറഞ്ഞൊരു പ്രസ്താവന നടത്തിയിരുന്നു. ആ പ്രസ്താവനയെ വേണമെങ്കിൽ CPM-ന് ന്യായീകരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും അല്ലെങ്കിൽ വിഭാഗീയമായി ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ പ്രവർത്തനം കൊണ്ട് എന്നുള്ളത് വേണമെങ്കിൽ ന്യായീകരിക്കാൻ കഴിയാവുന്ന നിരവധി എലിമെൻസ് ഉണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ അത് കടന്ന് അദ്ദേഹം ഒരു മാറാടല്ല, 1-2 മാറാടുകളല്ല, നിരവധി മാറാടുകൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടേക്കാം എന്ന് പറയുന്ന ഒരു ധ്വനി കൂടി കൊടുത്തത് തീർച്ചയായിട്ടും വിമർശനത്തിനിടയാക്കി. പക്ഷേ CPM അതിൽ നിന്ന് പോലും പിൻവാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ ന്യായീകരിച്ച് നിൽക്കാൻ കഴിയാവുന്ന ചില കാര്യങ്ങളുണ്ടെങ്കിൽ പോലും 2002-ലും 2003-ലും നടന്നിട്ടുള്ള മാറാട് കലാപത്തിലേക്ക് ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് യഥാർത്ഥത്തിൽ CPM ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ CPM മൊത്തത്തിൽ ഈ പറയുന്ന പോലെ മുസ്ലിം മതവിഭാഗത്തിൻ്റെ വോട്ടുകളൊക്കെ തന്നെ അങ്ങോട്ട് പൊയ്ക്കോട്ടെ എന്നുള്ള ചിന്ത ഇല്ല എന്നുള്ളത് ചുരുക്കം. എന്ന് പറഞ്ഞാൽ അവരുമായിട്ടൊക്കെ തന്നെ വലിയ തോതിലുള്ള ഇടപെടലുകൾ നടത്താൻ കൂടി CPM-ഉം പിണറായി വിജയനും ഒക്കെ തയ്യാറെടുക്കുന്നു. നമുക്കറിയാം സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കളുമായി വലിയ ബന്ധമുണ്ടായിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. സമസ്തയിൽ പോലും അതുമായി ബന്ധപ്പെട്ട് വലിയ ഭിന്നതകളുണ്ടായിരുന്നു. മുസ്ലിം ലീഗിനെ പോലും കവച്ചു വെച്ചുകൊണ്ട് പിണറായി വിജയനുമായിട്ട് അത്തരത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ജഫ്രി കോയ തങ്ങൾക്കൊക്കെ തന്നെ കഴിഞ്ഞിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അവരുടെ കാര്യങ്ങൾക്കൊക്കെ തന്നെ ചെവി കൊടുത്തിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഒന്ന്. രണ്ടാമത്തത് നമുക്കറിയാം കാന്തപുരം വിഭാഗത്തിൻ്റേത്. അവരെ അറിയപ്പെട്ടിരുന്നത് തന്നെ അറിവാൾ സുന്നികൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ വോട്ടുകൾ എല്ലാ കാലത്തും കിട്ടുമായിരുന്നു. അപ്പോൾ അത് തന്നെ തിരികെ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷ വോട്ട് ബാങ്കുകളിൽ JB കോശിയുടെ, അതായത് JB കോശി കമ്മീഷൻ്റെ ചില ശുപാർശകളുണ്ട്. കാരണം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശുപാർശകളൊക്കെ തന്നെ നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അവരുടെ മത നേതാക്കളുമായിട്ടൊക്കെ തന്നെ ആശയവിനിമയം നടത്താൻ ഏതാണ്ട് പിണറായി വിജയൻ തന്നെ നേരിട്ട് മുന്നിട്ടിറക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ആദ്യപടി എന്നുള്ള നിലക്ക് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, NSS-ൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് NSS-ന് അനുകൂലമായിട്ടുള്ള വിധി കിട്ടിയിരുന്നു. ആ NSS-ന് അനുകൂലമായിട്ടുള്ള വിധി കിട്ടിയത് NSS-ൻ്റെ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ തന്നെയുള്ള ജനറലായിട്ട് നടന്നിട്ടുള്ള അപ്പോയിൻമെൻറ്റുകളൊക്കെ തന്നെ റെഗുലറൈസ് ചെയ്യപ്പെടാൻ വേണ്ടി ഒരു വിധി അനുകൂലമായി കിട്ടിയിരുന്നു. ആ റെഗുലറൈസ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് അത് അനുവദിക്കാതിരുന്നതിൻ്റെ കാര്യം ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അംഗപരിമിതരായിട്ടുള്ള മറ്റ് ഈ പറഞ്ഞ പോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ അപ്പോയിൻമെൻറ്റുകൾ നടത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് മറ്റ് ജനറലായി നടത്തിയിട്ടുള്ള അപ്പോയിൻമെൻറ്റുകൾ റെഗുലറൈസ് ചെയ്യാൻ സമ്മതിക്കാതിരുന്നത്. പക്ഷെ അത് NSS-ൻ്റെ കേസിന് പോവുകയും അവരുടെ സ്കൂളുകളിലേക്ക് മാത്രമായി അത്തരത്തിലുള്ള ഒരു വിധി കിട്ടുകയും ചെയ്തതാണ്. പക്ഷെ ആ വിധി വലിയ
വലിയ തോതിൽ വലിയ തോതിൽ ആവശ്യമുണ്ടായിരുന്നു. അത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളും അവരുടെ സ്കൂളുകൾക്കും ഒക്കെ തന്നെ അനുവദിക്കണമെന്ന്. അത്തരത്തിൽ അനുവദിച്ചു കൊടുക്കാൻ കൂടി ഇപ്പോൾ ഗവൺമെൻറ് ഏതാണ്ട് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങളെല്ലാം തന്നെ വിട്ടുപോയ ആളുകളെയൊക്കെ തന്നെ അടുപ്പിക്കാൻ യഥാർത്ഥത്തിൽ CPM അതുപോലെ LDF ഒക്കെ തയ്യാറായിരിക്കുന്നു. കാരണം ഏതാണ്ട് 28% വരെയുള്ള മുസ്ലിംസും അതുപോലെ 15-16% വരെയുള്ള ക്രിസ്ത്യൻസും അടക്കുന്ന ഏതാണ്ട് ഈ പറയുന്ന പോലെ 43-45% വരുന്ന മതന്യൂനപക്ഷങ്ങളെ മൊത്തമായി ഒഴിവാക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെങ്കിൽ CPM വിചാരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് UDFനെതിരെയുള്ള വിമർശനങ്ങൾ അതേപോലെ വളരെ സൂക്ഷ്മമായി കുറച്ചുകൂടി കടുപ്പിക്കണമെന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ SDPയും പോലെയുള്ള ആളുകൾ UDFനോടൊപ്പം ചേർന്നുകൊണ്ടുള്ള ഒരു ഭരണമായിരിക്കും വരാനിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി പേക്കേവാലം പറഞ്ഞതുപോലെയല്ല, അതിനേക്കാൾ കുറച്ചുകൂടി സൂക്ഷ്മമായി കൃത്യമായി അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പറയണമെന്നും, പക്ഷെ അതേസമയം തന്നെ അത് മുസ്ലിം മതവിഭാഗത്തിന് ഒരുമിച്ചല്ലാതെ വളരെ കൃത്യമായി ഷാർപ്പായിട്ടുള്ള അറ്റാക്കുകൾ നടത്താൻ കഴിയണമെന്നും, അങ്ങനെ വന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ BJPയിലേക്ക് കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് പോയിട്ടുള്ള 38 ലക്ഷം വോട്ടുകളിൽ ഏതാണ്ട് ഒരു 15 ലക്ഷത്തോളം വോട്ടുകൾ പോലും വേണമെങ്കിൽ തിരികെ ഈ നിയമസഭയിൽ തങ്ങൾക്ക് കിട്ടിയേക്കാം എന്ന് പറയുന്ന ശുഭപ്രതീക്ഷയിലുമാണ് CPM ഉള്ളത്. അതെല്ലാം കൂടി വരുമ്പോൾ യഥാർത്ഥത്തിൽ വലിയ വിജയം LDFന് സാധ്യമാകും. ഒരു 110 സീറ്റുകളിലേക്ക് പോലും ഞങ്ങൾക്ക് എത്താൻ കഴിയുമെന്ന് പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള എല്ലാ സൈഡിൽ നിന്നുമുള്ള ഒരു പ്ലാനിംഗ് ആണുള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ കാര്യമെന്ന് പറയുന്നത് ഇതെല്ലാത്തിനും ഉപരി, ഇതെല്ലാം ഞാൻ പറയുന്നത് വലിയ തോതിൽ എല്ലാ മതവിഭാഗങ്ങളും അല്ലെങ്കിൽ അവരെല്ലാവരും തന്നെ വോട്ട് ചെയ്യുമെന്നില്ല. പക്ഷേ പബ്ലിക് അറ്റ് എ ലാർജ് എന്ന നിലക്ക് കണ്ടുകൊണ്ടുള്ള വലിയ പ്രൊജക്റ്റുകൾ കൂടി വരുന്നുണ്ട്. ആ വലിയ പ്രൊജക്റ്റുകളിലൊന്ന് 2000 രൂപയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നതെങ്കിൽ അത് 500 രൂപയായി വർദ്ധിപ്പിക്കുകയും അത് ഫെബ്രുവരിയിലും മാർച്ചിലും തന്നെ വളരെ കൃത്യമായി വിതരണം ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് ഒന്ന് വിചാരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു ഇടക്കാല ബഡ്ജറ്റ് പോലെ കുറേ വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു, കുറേ സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ പൈസ കൂട്ടിയിരുന്നു എന്നുള്ളത്, പണം കൂടുതൽ ലഭ്യമാക്കിയിരുന്നു എന്നുള്ളതെല്ലാം വാസ്തവമാണെങ്കിൽ ഇത്തവണ ഫെബ്രുവരിയോടുകൂടി ഒരു ഫുള്ളായിട്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെ വരാനിരിക്കുന്നു. അങ്ങനെ ബഡ്ജറ്റ് വരുമ്പോൾ അതിൽ വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങളുണ്ടാകും എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ചിട്ടുള്ള 30 വയസ്സിനും 65 വയസ്സിനും അടക്കമുള്ള വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾക്ക് എല്ലാവർക്കും തന്നെ 1000 രൂപ കൊടുക്കാൻ, പ്രതിമാസം 1000 രൂപ കൊടുക്കാനുള്ള, അതായത് വീട്ടിലൊക്കെ ജോലി ചെയ്തിട്ടും 1 രൂപ പോലും ശമ്പളം കിട്ടാത്ത ആളുകൾക്ക് 1000 രൂപ ഗവൺമെൻറ് കൊടുക്കാനുള്ള ഒരു പദ്ധതി, 33 ലക്ഷത്തോളം ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതി വളരെ കൃത്യമായി നടപ്പിലാക്കുകയും അവരുടെ പണം കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമെങ്കിൽ. രണ്ടാമത്തേത് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൂട്ടിക്കൊണ്ട് ഏതാണ്ട് 62 ലക്ഷത്തിലധികം വരുന്ന ആളുകളെ കൂടി അതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികൾ കൊണ്ട് തന്നെ വലിയ തോതിൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു ബഡ്ജറ്റ് കൂടിയായിരിക്കും ഫെബ്രുവരിയിൽ വരാനിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പദ്ധതികളെയും തന്നെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സർവ്വതോന്മുഖമായിട്ടുള്ള ഒരു അറ്റാക്കാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന CPM പദ്ധതി ഇടുന്നത് എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ഇനിയും മെച്ചപ്പെട്ട് മുന്നോട്ട് വരാൻ കഴിയുമെന്നും 90-50 സീറ്റിന് അപ്പുറത്തേക്ക് പോലും പിടിക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതും വളരെ കൃത്യമായി CPMO അല്ലെങ്കിൽ LDFO വിശ്വസിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇനി ഏറ്റവും കുറഞ്ഞ പക്ഷം പോലും സീറ്റുകൾ അല്പം കുറഞ്ഞാലെങ്കിലും 80-85 സീറ്റുകളിലേക്ക് പോലും നേടിക്കൊണ്ട് ഞങ്ങൾ വിജയിക്കും എന്ന് പറയുന്ന ആത്മവിശ്വാസത്തിലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന CPM ഉള്ളത്. ഇനി ഇത് കൂടാതെ നിങ്ങൾ അറിയേണ്ടത് UDFൻ്റെ ചില പരിമിതികൾ കൂടി തുറന്നു കാണിച്ചുകൊണ്ടുള്ള വലിയ ക്യാമ്പയിനുകൾ കൂടി വരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിൽ ഉത്തരം പറയാൻ യഥാർത്ഥത്തിൽ UDF ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടും. അതിലൊന്നാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. കാരണം VD സതീശൻ്റെ പുനർജനി എന്ന് പറയുന്ന പദ്ധതി, ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, പുനർജനി പദ്ധതിയിലുള്ള കാശ് അടിച്ചു മാറ്റിയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒരു വിഷയമായി നിൽക്കുമ്പോൾ പോലും മറ്റ് ചില പ്രശ്നങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കാരണം പണ്ടൊരിക്കൽ KPCC പ്രഖ്യാപിച്ചിട്ടുള്ള 1000 വീടുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന ഫെബ്രുവരിയിൽ ഗവൺമെൻറ് ഏതാണ്ട് പൂർത്തിയാക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ് വയനാട്ടിൽ നടന്നിട്ടുള്ള വലിയ തോതിലുള്ള പ്രകൃതി ദുരന്തവും നിങ്ങൾക്കറിയാം. ആ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ 300-ലധികം വരുന്ന വീടുകൾ വളരെ കൃത്യമായി പൂർത്തിയാക്കുകയും പൂർത്തിയാക്കി അത് ഫെബ്രുവരിയിൽ തന്നെ ആളുകൾക്ക് കൊടുക്കുകയും കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വലിയ ഗംഭീരമായിട്ടുള്ള ഒരു പുനരധിവാസ പദ്ധതിയായത് മാറുകയും ആ പദ്ധതിയിലൂടെ ജനങ്ങൾക്കെല്ലാം തന്നെ വീടുകൾ കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തവം. അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതാണ്ട് 400ഓളം കുടുംബങ്ങൾക്കാണ്
അവിടെ വീട് നഷ്ടപ്പെട്ടത് വയനാട്ടിൽ. ആ 400ഓളം കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടതിൽ കുറേ ആളുകൾ 15 ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഇന്ന് വീട് വേണ്ട, ഞങ്ങൾ ലീഗിൻ്റെയോ അല്ലെങ്കിൽ UDFൻ്റെയോ ഒക്കെ വീടുകൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയൊക്കെ വീടുകൾ മേടിച്ചോളാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവരിൽ നിന്ന് 2-3 ആളുകളെങ്കിലും അല്ലെങ്കിൽ 4-5 പേരെങ്കിലും ഇപ്പോൾ തിരിച്ചു വന്ന് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് തന്നെ വീട് വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വളരെ ഭംഗിയായി ഒരു പ്രൊജക്റ്റ് കൂടി ഗവൺമെൻറ് നടത്തി തീർക്കുന്നു. അത് വലിയ തോതിൽ കേരളത്തിലുണ്ടായിട്ടുള്ള വലിയ വികസനമായി വലിയ തോതിലുള്ള ഒരു പുനരധിവാസ പാക്കേജായി ഉയർത്തിക്കാട്ടാൻ കഴിയുമ്പോൾ തന്നെ അതേസമയം യൂത്ത് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ള 30 വീടുകൾ, അതുപോലെ തന്നെ കോൺഗ്രസ് പറഞ്ഞിട്ടുള്ള 100 വീടുകൾ, അതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ എവിടെ എന്ന് ചോദിക്കുന്ന വലിയ ക്യാമ്പയിൻ, അതായത് ഈ പറയുന്ന വലിയ ദുരിതങ്ങളിൽ പോലും അതിൻ്റെ പുനരധിവാസ പദ്ധതികളുടെ പേരിൽ പോലും പണമടിച്ചു മാറ്റുന്നവർക്ക് എങ്ങനെയാണ് കേരള ഭരണമേൽപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്ന വലിയ ചോദ്യങ്ങൾ കൂടി മുന്നിലേക്ക് വരും എന്നുള്ളതാണ് വാസ്തവം. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു 100-110 സീറ്റുകളിലേക്ക് പോലും ജയിക്കാൻ കഴിയാവുന്ന സാഹചര്യം അടുത്ത ഏപ്രിലിന് മുമ്പ് ഉണ്ടാകും കേരളത്തിൽ എന്നാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ CPM വിചാരിക്കുന്നത്. CPMൻ്റെ പ്രതിരോധത്തിലായിപ്പോയ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോലും മറ്റ് ചില ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുമെന്നും അതുകൂടി ഇവർക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് യഥാർത്ഥത്തിൽ CPM പിണറായി വിജയനുമൊക്കെ 110 സീറ്റുകളുടെ ഗംഭീരമായ പ്രൊജക്റ്റുമായി വന്നിട്ടുള്ളത്. മറന്നുപോകരുത്, 2016 അവർ നേടിയത് 90 സീറ്റുകളാണെങ്കിൽ 2021 അവർ നേടിയത് 99 സീറ്റുകളാണ്. അതിന് ശേഷം ഇപ്പം അതിനേക്കാൾ ഒരു 11 കൂടി കൂടിക്കൊണ്ട് 110 സീറ്റുകളിൽ എന്ന് പറഞ്ഞ ലെവലിലേക്കുള്ള ഒരു ഭരണ തുടർച്ചയാണ് CPM-ഉം LDF-ഉം ഈ പറയുന്ന പോലെ പദ്ധതിയിടുന്നത്.